അപ്പൊ ഇനി നമ്മുടെ വിശേഷങ്ങൾ എന്തെങ്കിലും ഒന്ന് നിർത്തിവെച്ചിട്ട് നമുക്ക് നമ്മുടെ പെർഫോമറെ വിളിക്കാം. വന്നപ്പോ തന്നെ പറഞ്ഞില്ലേ കാണണം ഇന്ന് ആരൊക്കെയാണ് എന്താണെന്നൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന്. അപ്പൊ ഇന്ന് വരാൻ പോകുന്നത് ഒരു സിംഗറാണ്, ഒരു വൈറൽ സിംഗറാണ്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ചിലപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും നമ്മുടെ റെഡ് കാർപ്പറ്റ് ഇന്ന് സംഗീത സാന്ദ്രമാക്കാനായിട്ട് വരാൻ പോകുന്നു ശ്രദ്ധ ദിനേശ്. അപ്പൊ ശ്രദ്ധ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ആലുവക്കാരിയാണ്, രണ്ട് ആലുവക്കാരികൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഇല്ല. ഈ ലിച്ചിയെ അറിയാലോ അല്ലേ? തീർച്ചയായിട്ടും അറിയാം. ആലുവക്കാരിയാണെന്നുള്ളതിൽ ഒരു പ്രത്യേകം അഭിമാനവും സ്നേഹമൊക്കെ ഉണ്ട് അല്ലേ? അതുകൊണ്ട് ലിച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ടൊക്കെ ആയിട്ട് റെഡി ആയിട്ടാണ് ആള് വന്നിരിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞാലും ആ സിനിമയും ആ പാട്ടും ഒക്കെ ഇപ്പോഴും ആളുകൾ ഓർത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഇപ്പോഴും കിട്ടുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. താങ്ക് യു സോ മച്ച്. പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇപ്പൊ 10 കൊല്ലായി. 10 കൊല്ലായിട്ട് പാട്ട് പഠിക്കണു. അപ്പൊ എനിക്ക് തോന്നുന്നു ചെറിയ പ്രായത്തിൽ തന്നെ പാട്ട് പഠിക്കാനായിട്ട് തുടങ്ങി. ചെറിയ പ്രായത്തിൽ തുടങ്ങി ക്ലാസിക്കൽ. പിന്നെ ഒരു 3 വയസ്സിൽ തുടങ്ങി. പിന്നെ ചെറിയൊരു ബ്രേക്ക് വന്നു, വീണ്ടും സ്റ്റാർട്ട്. ഇപ്പൊ വീണ്ടും എന്താ ചെയ്യുന്നത്? പഠിക്കുന്നത്? ഡിഗ്രി ചെയ്യാം മ്യൂസിക്കില്. ഡിഗ്രി മ്യൂസിക്. അതെ, ഓക്കെ. കോളേജിൽ മഹാരാജാസ് കോളേജ് പാട്ടുമായിട്ടാണ് പോകുന്നത്. അപ്പൊ അതിന്റെ സബ് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും ഉണ്ടോ? വയലിൻ പഠിക്കുന്നുണ്ട് കോളേജില്. വീണ പഠിക്കുന്നുണ്ട്. വീണ, വയലിൻ, പാട്ട്, അങ്ങനെ സംഗീതമായിട്ട് ഇങ്ങനെ. ഈ വീട്ടില് സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്തു എന്നൊക്കെ ഞാൻ കേട്ടു. ആണോ? എനിക്ക് തനിയെ സോങ് പോസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് പരീക്ഷണങ്ങളൊക്കെ നടത്താൻ ആരും ചീത്ത പറയില്ല. മറ്റെല്ലാരും പറയും കാശ് കളയാനായിട്ട് ഇതൊക്കെ പറയും. ഇത് അതിന്റെ ആവശ്യമില്ലല്ലോ. സമയം കിട്ടുമ്പോ ഒക്കെ പരീക്ഷണങ്ങൾ നടത്തും. എന്നിട്ട് ഈ പരീക്ഷണം നടത്തിയിട്ട് ഏതെങ്കിലും ഒരു പരീക്ഷണം കൊള്ളാം എന്ന് നമുക്ക് തന്നെ തോന്നിയ ഒരു പരീക്ഷണം ഉണ്ടോ? അങ്ങനെ നമ്മൾ സോങ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ വൈറലായിട്ടുണ്ട്. ഒത്തിരി ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ്, എവിടെയാ സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ചോദിക്കാം. ഇപ്പൊ ആൽബം സോങ്സ് ഒക്കെ ഒരുപാട് പാടിയിട്ടുണ്ട് അല്ലേ? എത്ര ആൽബംസ് പാടിയിട്ടുണ്ടാവും? ഇപ്പോ ഇനി 3 എണ്ണം ഇറങ്ങാനുണ്ട്. ഇപ്പൊ 1 വർഷമായി. അതൊരു മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം ആയിരുന്നു. പൂവാകകൾ പൂക്കുന്നിടന്ന് പറഞ്ഞിട്ട്. അതിപ്പോ ഒരു 600K വ്യൂസ് യൂട്യൂബിൽ തന്നെ. അപ്പൊ നമുക്കത് ആ പാട്ട് പാടാൻ പറ്റൂ? 2 വരി. എന്തോ മൊഴിയുവാനായി നിനക്കില്ലേ എന്നോടു മാത്രം, തൂമഞ്ഞു പെയ്യുന്നൊരേ രാവിൽ നിശാഗാനമായി കുളിർ പാട്ടിന്നു കാതോർത്തു ഞാൻ, നീലരാവിൻ മടിത്തട്ടിലിൽ കണ്ടിരുന്നിന്നാളുമിൻ കിളിവാതിലിൻ ജാലകത്തിൽ നിന്നെ എന്തോ മൊഴിയുവാനായി നിനക്കില്ലേ എന്നോടു മാത്രം. നല്ലൊരു സ്വീറ്റ് വോയിസും നല്ലൊരു പാട്ടും. ഈ എന്താ പറയാ, പ്ലേ ബാക്ക് സിംഗിങ് അതൊക്കെ എന്തായാലും മനസ്സിലൊരു ആഗ്രഹമായിരിക്കുമല്ലോ. അതിന് കൂടെ ഒരു മ്യൂസിക് ഡയറക്ടറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലിറിസിസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ടോ? മ്യൂസിക് ഡയറക്ടർ ആവണമെന്നുണ്ട്. മ്യൂസിക് ഡയറക്ടർ ആവണമെന്നാണ് മെയിൻ ആഗ്രഹം. അതെ, നമുക്ക് ഒരു ഫീമെയിൽ മ്യൂസിക് ഡയറക്ടറിന്റെ കുറവ് ഇങ്ങനെ കുറച്ച് കൂടുതലുണ്ട്. അതെ, എത്രയും പെട്ടെന്ന് അത് നികത്താനായിട്ട്. കാരണം അതിനങ്ങനെ പ്രത്യേകിച്ച് പ്രായം അങ്ങനെ ഒന്നുമില്ല. ചെറിയ പ്രായത്തിലും മ്യൂസിക് ഡയറക്ടർ ആവാലോ. സംഗീതത്തിന്റെ ഒരു ജ്ഞാനം അല്ലെങ്കിൽ കഴിവുകൾക്ക് ഒരു പ്രായമില്ല എന്ന് പറയുന്ന പോലെ. അപ്പൊ എത്രയും പെട്ടെന്ന് ആ ഒരു സംഭവം മലയാള സിനിമയ്ക്ക് തന്നെ ആദ്യം, ചിലപ്പോൾ തമിഴ് ഹിന്ദിയൊക്കെ ആകാം, എന്നാലും മലയാള സിനിമയ്ക്ക് തന്നെ ആദ്യം ഇത് കിട്ടട്ടെ എന്ന് ഞാനിങ്ങനെ ആശംസിക്കുകയാണ്. ഇനി കൂടെ വന്നിരിക്കുന്ന ആൾക്കാരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അമ്മയാണല്ലേ? പേര്? സരിത. സരിത ചേച്ചി പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ പാട്ടുമായിട്ട് ബന്ധമൊന്നും. പാട്ട് ഡാൻസ് ആയിട്ട് ഒന്നും ബന്ധമില്ല. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫ് ആണ്. ശരി. അപ്പൊ ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാട്ടൊക്കെ പഠിക്കാൻ തുടങ്ങിയല്ലോ. അപ്പോ അമ്മയാണോ ആദ്യം പാട്ടൊക്കെ പഠിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം അമ്മയ്ക്ക് മനസ്സിലുണ്ടായിരുന്നോ മോള് ജനിച്ചപ്പോ? കുഞ്ഞിലെ തൊട്ട് ഒരു 3 വയസ്സ് തുടങ്ങിയ തന്നെ പാട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോ ഇങ്ങനെ പാടും. അച്ഛനാണ് മെയിൻ ആയിട്ട്
ഇപ്പൊ ചന്ദ്രമന നാരായണൻ നമ്പൂതിരി സാറിന്റെ കീഴിലാണ് സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാട്ട് പഠിക്കുന്നത്. അപ്പൊ ഈ കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ, അതായത് നേരത്തെ ഇപ്പൊ ലിച്ചി പറഞ്ഞു, ലിച്ചിക്ക് ഒരു ടെൻഷനും ഇല്ല, പരീക്ഷയാണെങ്കിലും കോമ്പറ്റീഷൻ ആണെങ്കിലും ഒന്നും ഒരു ടെൻഷൻ ഇല്ല. മോളുടെ കാര്യം എങ്ങനെയാണ്? എന്തെങ്കിലും അതും അതുപോലെയൊക്കെ തന്നെ. ഒരു മിനിറ്റ് ബാക്കി പറഞ്ഞില്ല. ആ ടെൻഷൻ അനുഭവിച്ചു തുടങ്ങിയത് മൂവി കയറിയപ്പോഴാണ്. അതാണ് പോയിട്ട്. ഓക്കെ, ഇത്രയും ടെൻഷൻ ഇല്ലാത്ത കുട്ടി സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോ ടെൻഷൻ വന്നു. അതുപോലെ എപ്പോഴെങ്കിലും ഈ മോൾക്ക് ഒരു ടെൻഷൻ, അതായത് കോമ്പറ്റീഷൻ ഒരു പേടി, എക്സാം ഒരു പേടി, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒന്നുമില്ല. പാട്ടാണ് വലുതെന്നുള്ള ഒരു ഇതിലാണ്. ആ സമയമാകുമ്പോ പഠിക്കും, അന്നാ മാർക്കും ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ എല്ലാം മൊത്തത്തിൽ മിടുക്കിയാണ് എന്നാണ് അമ്മ പറയുന്നത്. അമ്മ ഇന്ന് റെഡ് കാർപ്പറ്റിൽ ഇത് എഴുതി ഒപ്പിട്ട് തന്നിരിക്കുകയാണ്, മിടുക്കിയാണെന്ന്. അമ്മയുടെ അത് കേൾക്കാൻ ഭയങ്കര ആൾക്കാർ കാണുമ്പോ സമാധാനാവില്ല. ഈ അടുത്തിരിക്കുന്ന ഒരു ഇത് അനിയനാണ്, ഒരാൾ കൂടെ ഉണ്ട്, ചേച്ചിയുണ്ട്. ചേച്ചിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. അവള് PG കഴിഞ്ഞു. ഇപ്പൊ ഒരു ഓഫീസിൽ ജോലി കയറിയിട്ട് ഒരു 3 മാസം ആയുള്ളൂ. അപ്പൊ ലീവ് എടുക്കാൻ പറ്റാത്ത കാരണം. ഈ ആളുടെ പേരെന്താ? ശ്രാവൺ എന്താ ഒരു സങ്കടത്തിലിരിക്കണ? ഇഷ്ടപ്പെട്ടില്ല ഇവിടെ വന്നത്? വീട്ടിൽ പോണോ? എന്താ ഇഷ്ടമായി ഇവിടെ? പാട്ട് ഇഷ്ടാണോ ശ്രാവണ്? ചേച്ചിയുടെ പാട്ട് ഇഷ്ടാണോ? ഇഷ്ടാണ്. നന്നായി പാടുവോ? ആണല്ലേ. ശ്രാവൺ പാടുവോ? പിന്നെ ഫുട്ബോൾ കളിക്കോ? ക്രിക്കറ്റ് സ്കൂളില് PT കളിക്കും. സ്കൂളില് PT കളിക്കും. അത് ശരി, പ്രൊഫഷണൽ സമയം കൊടുക്കും. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 5. 5-ലാണോ? ഓ, ഞാൻ വിചാരിച്ചു ചെറിയ 3-ലാണെന്ന് വിചാരിച്ചു. ശരി.